Jai Hind everyone, welcome to Aspire Defense. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും നമുക്ക് ടെക്നിക്കൽ ഓഫീസറായിട്ട്, അതായത് NDA കൂടാതെ ജോയിൻ ചെയ്യുന്ന എൻട്രികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പലരും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുക എന്നൊക്കെ. സോ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ ആർമി 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് NDA കൂടാതെ നമുക്ക് റിട്ടേൺ എക്സാം ഒന്നും ഇല്ലാതെ ഇന്ത്യൻ ആർമിയിൽ ഒരു ടെക്നിക്കൽ ഓഫീസർ ആവാനുള്ള ഒരു അവസരമാണ് 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം വഴി നമ്മൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇന്ത്യൻ ആർമി 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം, ഓക്കെ, 56 കോഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊരു പെർമനൻറ്റ് കമ്മീഷനാണ്. ഓക്കെ, അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 12th ക്വാളിഫിക്കേഷനുള്ള ആൺകുട്ടികൾക്ക് മാത്രമാണ് 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു 13th മെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? ഓക്കെ, 13th മെയ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആപ്ലിക്കേഷൻ എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? 12 ജൂണിന് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ 12 ജൂൺ വരെ നമുക്ക് സമയമുണ്ട്. ജൂൺ 12th വരെ നമുക്ക് സമയമുണ്ട് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, സെലക്ഷൻ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് പോവുക. നിങ്ങൾ എല്ലാ ഡൗട്ട്സും നമ്മൾ ഇവിടെ സോൾവ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ്റെ, അതായത് ഈ എൻട്രിയുടെ നോട്ടിഫിക്കേഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ടെലിഗ്രാം ചാനൽ ലിങ്ക്. ഓക്കെ, സോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, so applications are invited from unmarried male candidates who have passed 10+2 examination with physics, chemistry and mathematics. Okay, first of all ഇത് 12th കഴിഞ്ഞ ആൺകുട്ടികൾക്കുള്ള ഒരു എൻട്രി ആണ്. അവർ സയൻസ് കാറ്റഗറി പഠിച്ച കുട്ടികളായിരിക്കണം. കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ബയോളജി സയൻസ് ആണെങ്കിലും കുഴപ്പമില്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അവർ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ JEE മെയിൻ എക്സാമിനേഷൻ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. 2026 നടന്ന JEE മെയിൻ എക്സാമിനേഷൻ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പഠിക്കേണ്ട നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും, എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയാസ് എന്നൊക്കെ. ഓക്കെ, സോ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്കിനി ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം. പല കുട്ടികൾക്കുള്ളൊരു സംശയമാണ് എനിക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, സോ ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് നോർമലി 16.5 to 19.5 ആണ് പറയാറുള്ളത്. പക്ഷേ ഈ 19.5 എന്ന് പറയുന്നത് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സമയമാണ്. നമ്മൾ വൺസ് ട്രെയിനിങ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്ന സമയമാണ്. സോ അതിന് മുമ്പ് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടൊരു ഡേറ്റ് ഓഫ് ബർത്തിന് കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്കതൊന്ന് നോക്കാം. Okay, so candidates born between 2nd July 2007 and 1st July 2010 are eligible for this entry. Okay, so നിങ്ങൾ 1st July 2007 അതുപോലെ തന്നെ 1st July 2010 ഇടയിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഡേറ്റ് ഓഫ് ബർത്ത് കട്ട് ഓഫ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ഇതിനേക്കാളും പുറത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എലിജിബിൾ അല്ല. ഓക്കെ, സോ കൃത്യമായിട്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കുക. 1st July 2007 അതുപോലെ തന്നെ 1st July 2010 ഇടയിലാണെന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഏജ് ലിമിറ്റ്. ഓക്കെ, ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട്. സോ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, only those candidates who have passed 10+2 examination or its equivalent with a minimum aggregate of 60% marks in physics, chemistry and mathematics. Okay, so നിങ്ങൾ 12th സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കണം. അതായത് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും കുഴപ്പമില്ല, ബയോളജി സയൻസ് ആണെങ്കിലും കുഴപ്പമില്ല, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ നിങ്ങൾ 10+2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് 60% മാർക്ക് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കണം. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നമ്മൾ നിർബന്ധമായും പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ അഗ്രിഗേറ്റ് ആയിട്ട് 60% മാർക്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, 10+2. ഓക്കെ, eligibility condition for calculating PCM percentage of various state central boards will be based on the marks obtained in class 12 only. ഓക്കെ, സോ നിങ്ങൾ 12ാം ക്ലാസ്സിൽ പഠിച്ച മാർക്ക് മാത്രം, അതായത് 11th മാർക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 12th മാർക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെ 12th മാർക്ക് മാത്രമാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് 60% അഗ്രിഗേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ. ഓക്കെ,
candidate must have appeared in JEE Main 2026 examination. Okay, so നമുക്കറിയാം JEE Main എന്ന് പറയുന്നത് IITക്ക്, അതായത് IIT NIT പോലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു എക്സാമാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നടത്തുന്നത്. ഓക്കെ, സോ ഈ എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. 2026 2 സൈക്കിളായിട്ട് നടന്നിട്ടുണ്ട് എക്സാം, അതുപോലെ ജനുവരിയിലും ഏപ്രിലും. ഓക്കെ, ഇതിലേതെങ്കിലും സൈക്കിൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്. ഓക്കെ, സോ JEE മെയിൻസിൻ്റെ പെർസെൻറ്റേജിൽ, ഓക്കെ, അതായത് കോമൺ റാങ്ക് ലിസ്റ്റ് ബേസിലാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കണ്ടീഷൻസ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഞാൻ ഒന്നുകൂടി പറഞ്ഞതിന് 10+2 സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിർബന്ധമായി പഠിച്ചിരിക്കണം. അതിൽ 12th 60% അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ. അതിനുശേഷം നിങ്ങൾ JEE മെയിൻസ് 2026 അപ്പിയർ ചെയ്തിരിക്കണം. അതിൻ്റെ കോമൺ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുന്നത്. ഓക്കെ, വേക്കൻസി 90 വേക്കൻസീസ് ആണ് ഇത്തവണ ഉള്ളത്. ഓക്കെ, സാധാരണ എപ്പോഴും 90 വേക്കൻസീസ് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, സോ ഇതൊരു വലിയ ഹ്യൂജ് വേക്കൻസിയാണ്. ഡിഫൻസ് എൻട്രീസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഹ്യൂജ് വേക്കൻസി തന്നെയാണ്. ആൻഡ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനായിട്ട് സെപ്പറേറ്റ് എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ 12th എൻട്രീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് NDA നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവേർഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ. സോ എക്സാം ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ SSB ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ നമുക്ക് 90 വേക്കൻസീസ് എക്സാം ഒന്നും എഴുതാതെ, ഇൻ കേസ് നിങ്ങൾ JEE നന്നായിട്ട് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, കോമൺ റാങ്ക് ലിസ്റ്റ് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും, റിട്ടേൺ എക്സാം ഒന്നും ഇല്ലാതെ. സോ ഇതൊരു ഹ്യൂജ് വേക്കൻസി തന്നെയാണ്. ഡിഫൻസ് എൻട്രീസിൻ്റെ കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സോ നിങ്ങൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, മിസ് ചെയ്യാൻ പാടില്ല. ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യാം? എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, എങ്ങനെ അപ്ലൈ ചെയ്യാം? സോ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്, www.joinindianarmy.nic.in. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഹോം പേജ് കാണാൻ പറ്റും. ഇവിടെ ഒരു ഓഫീസർ സെലക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഓഫീസർ സെലക്ഷനിൽ ഓഫീസർ എൻട്രി അപ്ലൈ ഓർ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിക്കുക. ഓക്കെ, നോട്ടിഫിക്കേഷൻ നിങ്ങൾ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കുക. എന്തൊക്കെ സംശയങ്ങളുണ്ടൊക്കെ അതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് അപ്ലൈ ചെയ്യേണ്ട ഒരു വിധം എന്ന് പറയുന്നത്. ഓക്കെ, www.joinindianarmy.nic.in. ഓക്കെ, നമുക്കിനി സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെലക്ഷൻ പ്രൊസീജിയർ. കാരണം ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ട്, SSB ഇൻ്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ്, ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ്. സോ ഇതിൽ റിട്ടേൺ എക്സാം ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞു റിട്ടേൺ എക്സാം ഇല്ല. നിങ്ങളുടെ 60% PCM അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ JEE കോമൺ റാങ്ക് ലിസ്റ്റ്. ഇതിൻ്റെ ബേസിലാണ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. വൺസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ SSB ഇൻ്റർവ്യൂ, സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ. അതൊരു 5 days ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആർമി, നേവി, എയർഫോഴ്സിൽ നമുക്ക് ഓഫീസർ ആവണമെങ്കിൽ നമ്മൾ SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം. ഓക്കെ, ഏത് എൻട്രി എടുത്തു കഴിഞ്ഞാലും ആർമി, നേവി, എയർഫോഴ്സ് ആൻഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നമുക്ക് ഓഫീസർ ആവണമെങ്കിൽ നമ്മൾ SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം. ആ പ്രൊസീജിയറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, നെക്സ്റ്റ് മെഡിക്കൽ ടെസ്റ്റാണ്. പിന്നെ ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ്. മെറിറ്റ് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം ട്രെയിനിങ്ങിന്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് സെലക്ഷൻ പ്രൊസീജിയർ. ഓക്കെ, ഷോർട്ട് ലിസ്റ്റിംഗ്, SSB ഇൻ്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റ്, ഓൾ ഇന്ത്യ മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെ 4 പ്രൊസീജിയറാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഓക്കെ, സോ SSB ഇൻ്റർവ്യൂ ആണ് ഇതിലെ മെയിൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വൺസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ SSB ഇൻ്റർവ്യൂ ആണ് നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്കുള്ള പേര് നിർണ്ണയിക്കുന്നത്. ഓക്കെ, സോ SSB ഇൻ്റർവ്യൂ 5 days പ്രൊസീജിയറാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്രീനിങ് ഡേ 1, പിന്നെ സൈക്കോളജി ഡേ 3, ഡേ 4 നമ്മൾ GTO എന്ന് വിളിക്കും. ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ടാസ്കുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, 1-on-1 ഇൻ്റർവ്യൂ വിത്ത് ഇൻ്റർവ്യൂയിങ് ഓഫീസർ. ലാസ്റ്റ് ഡേ കോൺഫറൻസ് ഡേ. ഓക്കെ, സോ ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഇതിനെ നമ്മൾ ബേസിക്കലി പറയുന്നത് മനസ വാച കർമ്മണ. ഓക്കെ, വാട്ട് യു തിങ്ക്, വാട്ട് യു സ്പീക്ക്, വാട്ട് യു ഡു. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ആണ്. 15 ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ഉണ്ട്. ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇത്. ഓക്കെ, സോ നിങ്ങൾ ഈ എൻട്രിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഗോ ത്രൂ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് SSB ഇൻ്റർവ്യൂ. സോ SSB ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. ബിക്കോസ് നമ്മൾ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ബിക്കോസ് നമുക്കൊരു ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് മിനിമം 21 days വേണമെന്നാണ് പറയാറുള്ളത്. സോ SSB ഇൻ്റർവ്യൂവിലെ പേഴ്സണാലിറ്റിയിലെ ക്വാളിറ്റീസ് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം എന്തായാലും വേണം. ഓക്കെ, സോ ആ ഒരു പ്രിപ്പറേഷൻ ടൈം നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. സോ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ ഭയങ്കര ടഫായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവും, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ നമുക്ക് SSB ഇൻ്റർവ്യൂവിന് ഡീറ്റെയിൽ ആയിട്ടൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഇറ്റ്സ് എൻ ഓൺലൈൻ പ്രോഗ്രാം. ഓക്കെ, ഹാൻഡിൽഡ് ബൈ UPSC CDS ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡർ അനിരുദ്ധ് സർ. ഓക്കെ,
SSB റെക്കമെൻഡഡ് മൾട്ടിപ്പിൾ ടൈംസ് ആണ്. ഓക്കെ, സോ നമ്മുടെ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു SSB ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ്. ഒരുപാട് കുട്ടികൾ ഇപ്പം ക്ലിയർ ചെയ്ത് റെക്കമെൻഡ് ആയിട്ട് സർവീസിലുണ്ട്, ട്രെയിനിങ്ങിലൊക്കെ ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഞങ്ങളുടെ പ്രോഗ്രാമിൽ. നിങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ടേഴ്സ് 7034561234. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSB ഇൻ്റർവ്യൂ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ SSB ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. ഓക്കെ, സോ നിങ്ങൾ SSB ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ആ വീഡിയോൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം 7034561234. ഓക്കെ, ഇനി നമുക്ക് ട്രെയിനിങ് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ SSB ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു, മെഡിക്കൽ ടെസ്റ്റ് ക്ലിയർ ചെയ്തു, ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ പേര് വന്നു. സോ നിങ്ങൾ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ പലർക്കുള്ള സംശയമാണ് എവിടെ വെച്ചിട്ടാണ് ട്രെയിനിങ് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നോർമലി നമുക്കിപ്പം എഞ്ചിനീയറിംഗ് പല കോളേജസിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പം കേരള കീം എൻട്രൻസ് ഉണ്ട്, അതുപോലെ പല എൻട്രൻസ് ഉണ്ട്. ഇപ്പം JEE മെയിൻ ഉണ്ട്, IIT NIT ഒക്കെ ചെയ്യാൻ പറ്റും. സോ ഇവിടെയും നിങ്ങൾ എഞ്ചിനീയറിംഗ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 4 വർഷത്തെ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഫ്രീ ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ ഓഫീസറായിട്ട് ജോലി ലഭിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പാക്കേജ് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പഠനവും നിങ്ങൾക്ക് ജോലി ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അതും ക്ലാസ് 1 ഗ്രൂപ്പ് 8 ഗസറ്റ് ഓഫീസർ റാങ്കിലാണ് കിട്ടുന്നത്. സെയിം ഇക്വലന്റ് ടു IAS IPS ഉണ്ടാവും. ഓക്കെ, സോ നിങ്ങളുടെ ട്രെയിനിങ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള phase 1 ട്രെയിനിങ് എന്ന് പറയുന്നത് 3 സ്ഥലങ്ങളായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് പൂനെ, ഓക്കെ CME പൂനെ, അതുപോലെ തന്നെ MCTE, ഓക്കെ മിലിറ്ററി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ മാവോ, ഓക്കെ മധ്യപ്രദേശിലാണ്. അതുപോലെ തന്നെ മിലിറ്ററി കോളേജ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അത് സെക്കൻഡറാബാദിലാണ്. ഇങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ phase 1 ട്രെയിനിങ് 3 വർഷത്തെ ട്രെയിനിങ് നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ CME പൂനെ, MCTE മാവോ, ഓക്കെ മിലിറ്ററി കോളേജ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ, ദെൻ മിലിറ്ററി കോളേജ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്കൻഡറാബാദ്. ഓക്കെ, ഈ 3 വിങ്ങാണ് നമുക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി തരുന്നത്. ഓക്കെ, ട്രെയിനിങ് ഉണ്ടായിരിക്കുക 4 വർഷത്തെ. അതിൽ 3 വർഷം നിങ്ങൾ phase 1 ഇവിടെയാണ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രീ കമ്മീഷനിങ് ട്രെയിനിങ് ആണ്. അത് നടക്കുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് ബേസിക് മിലിറ്ററി ട്രെയിനിങ് ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് ഫോർ 1 ഇയർ അറ്റ് IMA ഡെറാഡൂൺ. ഓക്കെ, ഇങ്ങനെ 4 വർഷമാണ്. സോ 4 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി അവാർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, 4 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി അവാർഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ട്രെയിനിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. വർഷത്തിൽ കുറച്ചാക്കുന്നത് ഒരു 90 വേക്കൻസീസ് ആണ് ഒരു എൻട്രിയിൽ വരുന്നത്, ഒരു സൈക്കിൾ വരുന്നത്. അങ്ങനെ 2 സൈക്കിൾ നടക്കുന്നത് 180 വേക്കൻസീസ്. സോ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡിഫൻസിലേക്ക് ജോയിൻ ചെയ്യാൻ പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയത്. ഓക്കെ, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആണെങ്കിലും കരിയർ എക്സ്പോഷർ ആണെങ്കിലും വളരെ വലുതാണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരുപാട് നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, വെപ്പൺസും കാര്യങ്ങളൊക്കെ. സോ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് വൺസ് നിങ്ങൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് ഇതിലെ ട്രെയിനിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കിനി ടൈപ്സ് ഓഫ് കമ്മീഷൻ. ഓക്കെ, അപ്പം ഡിഫൻസ് ഫോഴ്സിൽ 2 ടൈപ്പ് കമ്മീഷനാണുള്ളത്, ഷോർട്ട് സർവീസ് കമ്മീഷനും പെർമനന്റ് കമ്മീഷനും. ഓക്കെ, ഇത് പെർമനന്റ് കമ്മീഷൻ എൻട്രി ആണ്. ഓക്കെ, നിങ്ങൾ 4 വർഷം നിങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റനന്റ് റാങ്കിലേക്ക് ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഇതൊരു പെർമനന്റ് കമ്മീഷനാണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണെങ്കിൽ നമുക്ക് 10+4 14 ഇയേഴ്സ് മാത്രമേ സെർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ നമ്മൾ മിനിമം 20 ഇയേഴ്സ് നമുക്ക് സെർവ് ചെയ്യണം. ഇവിടെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് ലഭിക്കും. ഓക്കെ, വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ റാങ്ക് ലെഫ്റ്റനന്റ് ആണ്. ഓക്കെ, 2 stars ഇൻ യുവർ ഷോൾഡർ. നിങ്ങൾ കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ വെച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ കൊണ്ടുപോകാം കമ്മീഷനിങ് സെറമണിയിലേക്ക്. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ അവരെ നിങ്ങളുടെ അതായത് പ്രിപ്പിംഗ് സെറമണിയിൽ നിങ്ങളുടെ സ്റ്റാർസ് അവരാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്വപ്ന മുഹൂർത്താണ്. നിങ്ങൾക്ക് തന്നെ ഡ്രീം ചെയ്ത് നോക്കാം ഇപ്പം തന്നെ. സോ ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾ കമ്മീഷൻ ആവുകയാണ്. ഓക്കെ, അതിനുശേഷം 2 വർഷം കൊണ്ട് നിങ്ങൾ ക്യാപ്റ്റൻ റാങ്കിലേക്ക് പ്രൊമോട്ടഡ് ആവും, മേജർ റാങ്കിലേക്ക് പ്രൊമോട്ടഡ് ആവും. 6 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റനന്റ് കേണൽ 13 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റനന്റ് കേണൽ റാങ്കിലേക്ക് പ്രൊമോട്ടഡ് ആവും. പിന്നെ കേണൽ 26 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കേണൽ റാങ്കിലേക്ക് പ്രൊമോട്ടഡ് ആവും. സോ വളരെ വലിയ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റിയാണ്. സോ നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ സീനിയോറിറ്റി, നിങ്ങളുടെ ബാച്ച് ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത്. സോ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പ്രൊമോഷനിലാണെങ്കിൽ. ഓക്കെ, സോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇത് മാത്രമല്ല ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, സോ പേ സ്കെയിൽ നമുക്ക് ഇനി നിങ്ങളുടെ കിട്ടുന്ന സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ ലെവൽ 10 നിങ്ങളുടെ പേ സ്കെയിൽ വരുന്നത്. ഇത് 7th പേ കമ്മീഷൻ പ്രകാരമാണ്. ഈ വർഷം എന്തായാലും സെൻട്രൽ ഗവൺമെന്റിൽ 8th പേ കമ്മീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ ഇത് എന്തായാലും ഡബിൾ ആവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേ സ്കെയിൽ എന്ന് പറയുന്നത് 56,100 to 1,77,500. ഇതാണ് നിങ്ങളുടെ പേ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ബേസിക് പേ മാത്രമാണ്. ഇതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഡിയർനെസ് അലവൻസ് ലഭിക്കുന്നുണ്ട്. 50% ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ ഡിയർനെസ് അലവൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ഫാമിലിക്ക് മെഡിക്കൽ പ്രൊട്ടക്ഷൻ. നമുക്കറിയാം ഇപ്പം അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഹോസ്പിറ്റൽ ബിൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് ബാലൻസ് സീറോ ആയി പോകും. ഓക്കെ, ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ നിങ്ങൾ ആർമിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഈ എൻട്രിയിലൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും കംപ്ലീറ്റ്ലി മെഡിക്കലി പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ രാജ്യത്തെ സേവിക്കുന്ന സമയത്ത് രാജ്യം ഡിഫൻസ് മിനിസ്ട്രി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും, നിങ്ങളെ ഫാമിലിനെയും പ്രൊട്ടക്ട് ചെയ്യും. അതാണ് ഇതിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേറെ എക്സ്പെൻസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഒന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ആൻഡ് ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് വേറെ ഉണ്ട്. ഓക്കെ, സോ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒരുപാട്. പിന്നെ നമുക്ക് ഇത് ഓൾ ഇന്ത്യ സർവീസ് ആണ്. നമുക്ക് ഇന്ത്യയിൽ പല സ്ഥലങ്ങളും സർവീസ് ചെയ്യാനുള്ള ഇത് കിട്ടുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഒരുപാട് അഡ്വഞ്ചർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എംടെക് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ ബെനിഫിറ്റ്സ് ആയിട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് അഗെയിൻ 12th June ആണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? www.joinindianarmy.nic.in. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഈ ഒരു എൻട്രിയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു ക്രൂഷ്യൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ ആണ്, 5 days പ്രൊസീജിയർ. സോ നിങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം 7034561234. ഓക്കെ, ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, മനസ്സ വാച കർമ്മണ. ഓക്കെ, വാട്ട് ഡു യു തിങ്ക്, വാട്ട് യു സ്പീക്ക്, വാട്ട് യു ഡു. ഓക്കെ, ഈ 3 കാര്യങ്ങൾ അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പേഴ്സണാലിറ്റി ടെസ്റ്റിന് നമ്മൾ നല്ല പ്രിപ്പറേഷൻ കൊടുക്കാനുണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്തായാലും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒക്കെ കൊടുക്കാം. സോ നമ്മളതിന് റിപ്ലൈ തരുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഈ എൻട്രിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു എൻട്രി ആഗ്രഹിക്കുന്ന, അതായത് ഡിഫൻസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വരും ദിവസങ്ങളിൽ നമുക്ക് പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. ഈ എൻട്രിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. സോ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഡിഫൻസ് ആസ്പിറൻ്റ് ആണെങ്കിൽ, ഡിഫൻസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നുണ്ട്. സോ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ജയ് ഹിന്ദ്.